രാത്രി 1 മണി സമയം ഞാൻ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് അച്ഛന് ബ്ലഡ് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കിലോട്ട് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പുറത്തെ സൈഡത്. അങ്ങനെ ഞാൻ അടുത്ത റോഡിൽ ഇങ്ങനെ വിജനമായിട്ട് ഒറ്റയ്ക്ക് മോട്ടോർസൈക്കിൾ എടുത്ത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വ്ലോഗ് എടുക്കാം. ഇതൊക്കെ ഒറ്റയ്ക്ക് ഇതൊക്കെ വരുമ്പോൾ ഒരു അനുഭവമാണല്ലോ. ഒരു മണി സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ റോഡിൽ നിന്ന് പോകാം. എല്ലാം ജീവൻ പറ്റിക്കുന്നതാണ് സമയം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചേട്ടൻ കണ്ടു തോന്നുന്നു. ഇതുവഴി ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പം ചേട്ടൻ പുറകെ വന്നു. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണെന്ന് ചേട്ടൻ മനസ്സിലായി. ശരി ശരി ഓക്കെ. അതെ അതെ ശരി വരയ്ക്കാൻ മതി. ശരി 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 ഓക്കെ താങ്ക്സ്. ഞാൻ പ്രതീക്ഷിച്ചെന്നുള്ള വീഡിയോ എടുത്തത്. പക്ഷേ എന്നാലും ചേട്ടൻ സഹോദരനെ പോലെ വന്ന് സഹായിച്ചു. കൾച്ചറിന് കൊടുക്കാനായിട്ട് ഇവിടെയാണോ? കൾച്ചറിന് കൊടുക്കാനായിട്ട് ഇവിടെയാണോ മേളാണ്? രണ്ടാമല്ലോ അങ്ങനെ ഞാൻ രണ്ടാമത്തെ നിലയിലോട്ട് പോകുന്ന ചേട്ടൻ പറഞ്ഞു ആദ്യം എല്ലാ ദിവസവും പോയാണ് തിരിച്ച് വീണ്ടും വരാൻ അവരുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വഴിയല്ലേ മുകളിലോട്ട് കയറിപ്പോയപ്പോഴത്തേനും അവിടെ ആരുമില്ല. രണ്ടാമത്തെ നിലയിൽ ആരുമില്ല. വിളിച്ചിട്ടും ആരെയും കാണുന്നില്ല. വീണ്ടും താഴത്തെ നിലയിൽ ഇറങ്ങിപ്പോയി. ഫസ്റ്റ് ഫ്ലോറിൽ പോയി. അവിടെ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ടായിരുന്നു. അവരോട് പോയി അവർ നല്ല ഉറക്കത്തില്ല. അവർ വിളിച്ചുണർത്തിയതിൻ്റെ ഈർഷ്യ ഉണ്ടായിരുന്നു അവർക്ക്. ഒരു വാക്ക് പറയും, വീണ്ടും ഉറക്കത്തിലോട്ട് പോവും, വീണ്ടും പറയും. അങ്ങനെയായിരുന്നു. പിന്നെ എന്താ, അവർ മനുഷ്യരല്ലേ. നല്ലൊരു സ്റ്റാഫായിരുന്നു. ഉറക്കത്തിൽ ബെല്ലടിച്ചതെങ്കിലും അവർക്ക് ചിരിച്ച് മുഖത്തോടെ വന്നു. മറ്റേ താഴത്തെ സ്റ്റാഫിനെ പോലെ അല്ലായിരുന്നു. അവർ പറഞ്ഞു 3 നൈറ്റായിരുന്നു അതുകൊണ്ട് ഉറങ്ങിപ്പോയതാ. എന്നിട്ട് പോലും അവർക്ക് ദേഷ്യമില്ലായിരുന്നു. നല്ല ചിരിച്ച് മുഖത്തോടെ വന്നു. അവർ അതിൻ്റെ ബില്ലൊക്കെ ഇട്ട് തന്നു. അങ്ങനെ ബ്ലഡ് കൊടുത്ത് ഇറങ്ങി. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ചേട്ടൻ പാവാട കാത്തിനിപ്പുണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് അറിയായിരുന്നു അവിടെ അത്ര സുരക്ഷിതമല്ല ഞാൻ ആ റോഡ് വഴി നടന്ന് പോകുന്നതുകൊണ്ട് പുള്ളി വെയിറ്റ് നിന്നത്. പുള്ളിയുടെ ഒരു സഹോദരി പുള്ളി തന്നെ എന്നെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്നില്ല. അതുപോലെ തിരിച്ച് കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് തന്നെ അവിടെ കൊണ്ടുവന്ന് ആക്കി തന്നത്. റോഡിൽ ഇഷ്ടംപോലെ നായ്ക്കളുണ്ടായിരുന്നു. അതായിരുന്നു ഭയം, നമ്മളെ കടിച്ച് കീറി കളയില്ലേ. അങ്ങനെ പറഞ്ഞു ആ വഴിക്ക് വരരുത്, ഇപ്പുറത്തെ മെയിൻ റോഡ് വഴി വരണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി സംസാരിച്ചു. പുള്ളിയുടെ മകൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടക്കുകയാണ്. കൊച്ചിന് എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമുക്ക്. അങ്ങനെ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ നിലയിൽ പോയപ്പം അച്ഛൻ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയിട്ട് നടന്നു വരികയാണ്. ആളിന് ഓർമ്മയൊന്നുമില്ല. എന്താ പറയുക, 2 പേരിലല്ലോ, ഒരാളല്ലേ ഉള്ളൂ രാത്രിയില്ല. എനിക്ക് അവിടെ പോവുകയും വേണം ഒരു നടത്തി നോക്കാൻ. അത് രാത്രി ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 1:30 മണിയായി. അപ്പോഴത്തേനും പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരികയെന്നാണ് കണ്ടത്. എന്തായാലും ബാക്കിയൊന്നും കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. ഇത്രയേ ഉള്ളൂ. അങ്ങനെ തോന്നിയൊരു വ്ലോഗ് ചെയ്യണമെന്ന് തോന്നി.